നമസ്കാരം സുഹൃത്തുക്കളെ, അലൈനിൽ ജസ്ലലിയാണ്. നമ്മൾ അലൈനിലൊക്കെ യാത്ര ചെയ്യുന്നവർ ഒട്ടുമിക്ക സ്ഥലങ്ങളിലൊക്കെ ഇതുപോലുള്ള ഇലക്ട്രിക്കൽ സ്കൂട്ടർ ഇരിക്കുന്ന കാണാം. ഇതിനെക്കുറിച്ചിട്ട് ഇപ്പോഴും പലർക്കും അറിയില്ല, എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയർ എന്നൊക്കെ. അപ്പോൾ ചെറിയൊരു വീഡിയോ അതിനെക്കുറിച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്, അറിയുന്നവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക. അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇതിൻ്റെ ഒരു മാനുവൽ ഉണ്ട്. അതിൽ റൂൾസ് പറയുന്നതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെൽമെറ്റ് വെച്ചാൽ യൂസ് ചെയ്യാവൂ, 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഇത് ഉപയോഗിക്കാൻ കൊടുക്കരുത്. ഏതെങ്കിലും രീതിയിൽ കുട്ടികൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ ആ 18 വയസ്സിൽ താഴെയുള്ള കുട്ടി എങ്ങനെ അവരുടെ കയ്യിൽ ബൈക്ക് കിട്ടിയത്, എന്തായാലും ഒരാൾ കൊടുത്തിട്ടുണ്ടാവും, അവർക്ക് വലിയ ഫൈൻ വരും. അപ്പോൾ അങ്ങനെ ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട്. പിന്നെ ഇത് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ മൊബൈൽ വേണം, സ്മാർട്ട് മൊബൈൽ, അതിൽ ഇൻ്റർനെറ്റും വേണം. പിന്നെ നമ്മളുടെ ഈ മെഷീൻ്റെ ഇവിടെയായിട്ട് ഒരു ബാർകോഡ് ഉണ്ട്, അതായത് QR കോഡ്. അത് സ്കാൻ ചെയ്യുമ്പോൾ ഒരു അപ്ലിക്കേഷൻ വരും. ലൈം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ വാഹനമാണിത്. അപ്പോൾ ആ ലൈം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് വെച്ചിട്ട് 1 ഹവറിന് 32 ദിർഹം അതിൽ നമ്മൾ ആദ്യം തന്നെ ക്രെഡിറ്റ് ചെയ്തിടണം. അപ്പോൾ നമ്മളെ അക്കൗണ്ടിൽ നിന്ന് 32 ദിർഹം കട്ടായി പോകും. അത് നമ്മളുടെ ഈ ആപ്ലിക്കേഷനിൽ വന്ന് കിടക്കും. അതിനുശേഷം നമ്മൾ നമ്മുടെ മൊബൈലിൽ വെച്ചുകൊണ്ട് ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ഭാഗത്താണ് ഈ വണ്ടികളുള്ളതെന്നുള്ളത് അതിൽ കാണിക്കും. അതിൻ്റെ എംബ്ലം കാണിക്കും. ഞാനത് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതോടൊപ്പം തന്നെ ഇത് എത്ര ബാറ്ററി അതിലുണ്ടെന്നുള്ളതൊക്കെ കാണിക്കും. അത് നമ്മളെ മൊബൈലിൽ കാണിക്കും. അപ്പോൾ ലോ ബാറ്ററി ഉള്ളത് പരമാവധി എടുക്കാതിരിക്കുക. പിന്നെ ഈ വാഹനം സ്പെസിഫിക് ആയിട്ടുള്ള ലൊക്കേഷനുകളിലാണ് പാർക്ക് ചെയ്ത് വെക്കുക. നമ്മൾക്കിത് എടുത്ത് കൊണ്ടുപോയി എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് അങ്ങോട്ട് പോകാമെന്ന് കരുതണ്ട. കാരണം നമ്മൾ വൺസ് ഇത് നമ്മളെ മൊബൈലിൽ വെച്ചിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പറയുന്ന ലൊക്കേഷനിൽ തന്നെ കൊണ്ടുവച്ചിട്ടേ ലോഗ് ഔട്ട് ചെയ്യാൻ പറ്റൂ. ലോഗ് ഔട്ട് ആവുന്നത് വരെയുള്ള ടൈമിൽ പൈസ കട്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിൽ നമ്മളുടെ മൊബൈലിൽ മാപ്പ് കാണിക്കും. ആ മാപ്പിൽ പറയും എവിടെയൊക്കെയാണ് വണ്ടി പാർക്ക് ചെയ്യുന്ന ലൊക്കേഷൻസ് എന്നുള്ളത്. വൺസ് നിങ്ങൾ ഈ വണ്ടി എടുക്കുന്ന സമയത്ത് ഒരുപാട് വണ്ടികളുണ്ടാവും. വളരെ ശ്രദ്ധിച്ച് നല്ലത് നോക്കിയെടുക്കുക. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് നേരത്തൊരു വണ്ടി എടുത്തിരുന്നു, അത് പഞ്ചറായിരുന്നു. കണ്ട, അതിലൊന്നും എയറില്ല. അപ്പോൾ എയർ ഇല്ലാത്ത വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ വണ്ടി നീങ്ങില്ല, വെറുതെ കിടന്ന് അഴയും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ മറ്റുള്ള കേടുപാടുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കുക. കാരണം വൺസ് നമ്മൾ ഇത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രം ദാറ്റ് ടൈം ഇറ്റ് വിൽ ബി അണ്ടർ യുവർ റെസ്പോൺസിബിൾ. നിങ്ങളെല്ലാ ഡാറ്റാസും ID ഒക്കെ കൊടുത്തിട്ടാണ് നമ്മളിത് ആ ടൈം നമ്മൾ ലോഗിൻ ചെയ്യുന്നത്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ആ സമയത്ത് ഇതിന് എന്തെങ്കിലും കേടുപാട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ GPS ഒക്കെ ഉള്ളതാണ്, അവിടെ ഇവിടെ കൊണ്ടിട്ട് ഇടാമെന്നൊന്നും വിചാരിക്കേണ്ട. അത് എവിടെ കൊണ്ടിട്ടാലും ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള കുറേ ലൊക്കേഷൻസുകളുണ്ട്. അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് മാത്രമേ നമുക്ക് സൈൻ ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സൈൻ ഔട്ട് ചെയ്താൽ മാത്രമേ ഇത് നമ്മളുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും അത് ഒഴിവായി കിട്ടുള്ളൂ. സൈൻ ഔട്ട് ചെയ്യുമ്പോൾ വേറൊരു കാര്യമുണ്ട്. അതിൽ ചോദിക്കും നിങ്ങൾ കറക്റ്റായിട്ടുള്ള സ്ഥലത്താണോ പാർക്ക് ചെയ്തത്. ആണെങ്കിൽ അതിൽ ക്യാമറ ഓൺ ആവും. നമ്മൾ അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്തതിന് ശേഷം മാത്രമേ അത് സൈൻ ഔട്ട് ആവുള്ളൂ. അത്രയും സമയം നമ്മൾ ഉപയോഗിച്ച് തന്നെ പൈസ പതിൽ നിന്ന് കട്ടായി പോകും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ വരുന്നത്. അപ്പോൾ ഉപയോഗിക്കുന്നവർ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. ഒബ്വിയസ്ലി നമ്മളിപ്പോൾ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മളെങ്കിൽ ഹെൽമെറ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കുമ്പോൾ ഫൈൻ അടിക്കാൻ വരെയും അതിനുള്ള റൂൾസ് ഉണ്ട് ഇവിടെ. പക്ഷേ ഇതിൻ്റെ കൂടെ ഹെൽമെറ്റ് ഒന്നും വരുന്നില്ല. പക്ഷേ ഹെൽമെറ്റ് വെച്ച് ഇത് ഓടിക്കാൻ പാടുള്ളൂ എന്നാണ് ഇതിൻ്റെ മാനുവലിൽ പറയുന്നത്. ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് എടുത്തതിന് ശേഷം എടുത്തതിന് ശേഷം ഇങ്ങനെ തുഴയണം. തുഴഞ്ഞിങ്ങനെ മൂവ് ചെയ്തതിന് ശേഷം ഇത് ഈ സ്റ്റാർട്ടർ ഇങ്ങനെ ഞെക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റണ്ണാവും. വെറുതെ ഇവിടെ നിന്ന് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റണ്ണാവില്ല. റണ്ണാവണമെങ്കിൽ അതിങ്ങനെ ഇത് നിർത്തി വെറുതെ ഇത് പ്രസ് ചെയ്താൽ വണ്ടി നീങ്ങില്ല. നീങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ കയറി നിന്ന് തുഴയണം. തുഴഞ്ഞിട്ട് ഇത് പ്രസ് ചെയ്താൽ വണ്ടി മൂവാവും. മൂവാവുന്നില്ല ശരിക്കും പറഞ്ഞാൽ. അതുപോലെ തന്നെ വളയ്ക്കുമ്പോൾ സൗണ്ടുകൾ വരുന്നുണ്ട്, ഒച്ചയും ബഹളമൊക്കെ ഉണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിച്ചൊക്കെ ഉപയോഗിക്കുക. ഞാനിത് യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ സ്റ്റാൻഡ് ഇട്ടു. നെക്സ്റ്റ് പ്രൊസീജിയർ ഇത് എങ്ങനെ ക്ലോസ് ചെയ്യാന്നുള്ളതുണ്ടല്ലോ. നമ്മളെ മൊബൈലിൽ ആപ്ലിക്കേഷൻ ഉണ്ട്.
അപ്പോൾ ഇതുപോലെ കൂടുതൽ വിശേഷങ്ങളായി അടുത്ത വീഡിയോ കാണും വരെ ബൈ.